ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നിങ്ങളോട് യൂണിവേഴ്സ് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് മെസ്സേജസ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, ദ സ്റ്റാർ. ചിലപ്പോൾ ഇത് വാച്ച് ചെയ്യുന്നത് കലാകാരന്മാരോ കലാകാരികളോ ഒക്കെ ആയിരിക്കാം. അവർക്ക് ധാരാളം അവസരങ്ങൾ വന്നു ചേരുന്നതാണ് എന്നുള്ളതാണ് ഡിവൈൻ സന്ദേശം. ഒരുപക്ഷെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ആരുമില്ലാത്ത ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ അതിലൊക്കെ മാറ്റം വരാൻ പോകുന്നു എന്നുള്ള ഡിവൈൻ സന്ദേശമാണ് ആദ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ സ്റ്റാറായിട്ട് കാണുന്നതായിരിക്കാം, മറ്റുള്ളവർ നിങ്ങളെ സ്റ്റാറായിട്ട് കാണുന്നതുമായിരിക്കാം. ആ ഒരു എനർജി ചേഞ്ച് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ഡെവിൽ കാർഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വസ്തുവകകൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ 10 ഓഫ് സ്പേഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എനർജി ഇല്ലാത്ത വളരെ ഡൗൺ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും. ചിലപ്പോൾ മോട്ടിവേഷൻ വീഡിയോസ് ആകാം, അല്ലെങ്കിൽ നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തികളുടെ വാക്കുകളാവാം നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. നിങ്ങളിൽ സാരമായ മാറ്റങ്ങൾ വന്നു തുടങ്ങി എന്നുള്ള ഒരു സൂചന കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പക്ഷേ ഒരു റീയൂണിയൻ ആഗ്രഹിച്ച് ആണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കൊരു റീയൂണിയൻ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ്, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, അവർ നിങ്ങളെ ഓർക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി നിങ്ങളെ ഓർക്കുകയും ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ 7 ഓഫ് സ്പേഡ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ മറ്റുള്ളവരുമായിട്ട് കലഹങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചില പേർക്ക് മറ്റുള്ളവരിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. അതൊക്കെ നിങ്ങൾ സൂക്ഷിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരെ നിങ്ങളോട് കള്ളം പറയാനും ഒക്കെയുള്ളൊരു സാധ്യത ഉണ്ട്. മനഃപൂർവ്വം നിങ്ങളെ ചില കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതായിട്ട് ഒക്കെ നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയേക്കാം. ഒരുപക്ഷെ അത് ഫാമിലി സെലിബ്രേഷൻസിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഓഫീസ് സെലിബ്രേഷൻസിൽ നിന്നായിരിക്കാം. അതിൻ്റെയൊക്കെ കാരണം ഒരുപക്ഷെ അസൂയയോ കുശുമ്പോ ഒക്കെ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരാണ്. അതുപോലെ തന്നെ ജോബിൽ ഒരു പ്രൊമോഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോബ് കരസ്ഥമാക്കാനുള്ള അവസരവും ഉണ്ടാകുന്നുണ്ട്. വളരെ കാലമായിട്ട് നിങ്ങൾ ആറ്റുനോറ്റിരുന്ന ഒരു ജോബ്, അതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളിൽ അസൂയ ഉണ്ടാക്കുന്ന വിധം നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് നിങ്ങൾക്ക് മാറ്റം